ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ മെയ് 1 മറ്റന്നാൾ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ റിലീസ് ആവുകയാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള സിനിമയാണ്. പ്രത്യേകിച്ച് ഡിജോ ജോസിന്റെ പടമാണ്. പിന്നെ നിവിൻ പോളി അവരുടെ കോംബോ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ടൈപ്പ് നിവിൻ പോളി പടങ്ങളാണ് ഇല്ല മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടം. എല്ലാ തരം പടങ്ങളും ഇഷ്ടമാണ്. എന്നാലും നമ്മൾ ഒരുപാട് നാൾ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം തോന്നുന്നൊരു ഫുൾ ടൈം കോമഡി കണ്ടൊരു സിനിമ എന്ന് വെച്ചാൽ ഇതിനകത്ത് ആ ഒരു ട്രെയിലറിനകത്തും സോങ്ങിനകത്തും ഫുൾ ഇല്ലേ ഭയങ്കര ഫണ്ണി എലമെന്റ്സ് ഒരുപാട് ഉള്ള മൂവി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ളൊരു നിവിൻ പോളി പടമാണ് നമ്മൾ മലയാളികളെല്ലാരും കാത്തിരിക്കുന്നത്. അതിന് ചെറിയൊരു തിരി ഇപ്പൊ കൊളുത്തിയിട്ടുണ്ട് നമ്മുടെ ഇതിനകത്ത്. വർഷങ്ങൾക്ക് ശേഷം അത് ചെറിയൊരു തിരി കൊളുത്തിയിട്ടുണ്ട്. അത് നിവിൻ പോളിയുടെ വരവ് എല്ലാവരും ഭയങ്കര അഭിപ്രായമായിട്ടുണ്ട്. ഇപ്പം എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ പുള്ളിയുടെ ആ ഒരു കംബാക്ക് എന്ന് തന്നെ പറയല്ലേ, നമ്മൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയക്കകത്ത്. അപ്പൊ ഈ ഒരു സിനിമയും ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ കത്തി കയറുന്ന ഒരു പടം തന്നെയാണ്. അപ്പം ഈ ഒരു പ്രതീക്ഷയുള്ള സിനിമയാണ്. അതിന്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. മാജിക് ഫ്രെയിംസ് മുത്തപ്പന്റെ മുമ്പിൽ കൊണ്ടുവരാ പറഞ്ഞിട്ട് ഇവിടെ അവന്റെ പോക്ക് ശരിയല്ലെന്ന് അന്നേ മുത്തപ്പൻ പറഞ്ഞതല്ലേ വൈദങ്ങളെ. ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവാണവൻ. പുറത്തു കടക്കാൻ അവൻ അറിയില്ല. കരുതിയിരിക്കാൻ പറയണം. കാരണം അപകടം അവന്റെ തൊട്ടുപിന്നിൽ തന്നെയുണ്ട്. Violent clashes had erupted in a village in Kerala, which has forced the administration to impose Section 144 in the district. പ്രശ്നങ്ങൾ അവനെ കാത്തിരിക്കുന്നു. നമ്മൾ ഇത്രയും കോമഡി പറയുന്നില്ലേ? ഇത് വേറെ ലുക്കാണ്. സത്യം പറഞ്ഞ നമ്മളൊരു കോമഡി അത് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇതുവരെ കണ്ട വീഡിയോസ് എല്ലാം അത് തന്നെയാണ്. ഇതിനകത്ത് പ്രൊമോ വീഡിയോ ഉൾപ്പെടെ ഫുള്ള് കോമഡി. പക്ഷെ ഈ ഒരു ഐറ്റം സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചു. ഇത്ര സീരിയസ് ആയിട്ട് വന്നു. ഇതിനകത്ത് പുള്ളി എവിടെ പെട്ടു അതാണ് പറയുന്നത് ഇല്ലേ. അഭിമന്യു ചക്രവ്യൂഹമാണിത്. ചക്രവ്യൂഹത്തിനകത്ത് പെട്ട അഭിമന്യുമാണ്. അഭിമന്യു അതിനകത്തുനിന്ന് കടക്കാൻ പെടുന്ന പാടുകൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ജാഗ്രതയായിട്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് അല്ലെ നിവിൻ പോളിക്ക് എന്തോ ഒരു വലിയ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അത് ചക്രവ്യൂഹമാണ്. അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കാം. അത് എന്ത് വിഷയമാണെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ കണ്ടന്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തുവായാലും ഇഷ്ടപ്പെട്ടില്ലേ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് ഇപ്പൊ ഈ വന്ന് കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചത് ഇത് നിവിൻ പോളിയുടെ കോമഡി മാത്രം ആണെന്ന്. പക്ഷേ കോമഡി മാത്രമല്ല, പുള്ളിയുടെ നല്ല ആക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് ഷോട്ടൊക്കെ എനിക്ക് നല്ല മാസ് രീതിയൊക്കെ ഫീൽ ചെയ്യുന്നത്. അതിന് നിവിൻ പോളിയുടെ ആ ഒരു ക്ലോസപ്പ് ഷോട്ട് ഒക്കെ ഉണ്ട്. കുറച്ച് മാസ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കുറെ ഈ പഴയ ഇപ്പം എന്തോ ഈ പ്രേമം അതിനകത്തൊക്കെ കുറച്ചൊരു സീൻ മാസിലൊക്കെ ഇങ്ങനെ മീശയൊക്കെ കിട്ടുന്നത് അതുപോലെയൊക്കെ കുറെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് നല്ലൊരു സിനിമയാണ് ഇല്ലേ. നമ്മള് പ്രതീക്ഷ ഇപ്പൊ വീണ്ടും കൂടി നമ്മളൊരു കോമഡി എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ നിന്നും അവിടുന്ന് വേറെ ലെവലിലോട്ട് ഈ ഒരു ടീസർ നമ്മളെ കാണിക്കുന്നത്. അത് എനിക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് ഇതിട്ടത് ഭയങ്കര ഹെൽപ്പ് ആയിട്ടുണ്ട് അല്ലേ. ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു അതെ മറ്റന്നാള് ആണ് സിനിമ. അപ്പൊ നമുക്ക് ആൾക്കാർക്ക് ഈ ഒരു ടീച്ചറോട് കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പടത്തിന്റെ സീരിയസും ആണ് ഈ പടം എന്നാൽ കോമഡി ഉണ്ടെന്ന് എല്ലാം മനസ്സിലായി. അപ്പൊ നമുക്ക് അതിട്ടത് ഒരു നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുവായാലും വലിയൊരു വിജയമാകട്ടെ. ഇപ്പം നമുക്കറിയാം മാർച്ച് ഏപ്രിലൊക്കെ തകർത്ത് ഇല്ല മലയാള സിനിമ തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മെയ് മാസമാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ മെയ് 1 തന്നെ നമുക്ക് ഈ പടം വീഴുകയാണ്. അപ്പൊ മെയ് മാസവും ഈ ഒരു തുടർ വിജയത്തിൽ മലയാളത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.